ഹലോ ഫ്രണ്ട്സ്, എഡി ലേഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു എൻഗേജ്മെൻറ്റ് വീഡിയോ ആയിട്ടൊക്കെ വരുന്ന കാര്യം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയ മാമൻ്റെ വീടാണ്. ഇത് കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാമൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു ഞാനിങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയതാണ്. പിന്നെ അടുക്കളയിലെത്തിയപ്പോൾ അമ്മയും മാമനും മാമിമാരും എല്ലാവരും ഓരോരോ പണിയിലൊക്കെ കേട്ടോ. രാവിലത്തെ തലേ ദിവസം രാത്രിക്ക് വേണ്ടിയിട്ട് പൊറോട്ടയും നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാമി അത് പുട്ടിൻ്റെ കുറ്റിയിലിട്ടിട്ട് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ഞങ്ങൾ തലേ ദിവസം രാത്രി കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസൊക്കെ. അപ്പോൾ അത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് പരിപാടിയിലായിരുന്നു. അപ്പോൾ അഗിയേട്ടനാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. കുറേ ഞങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങളൊക്കെ സെറ്റ് ചെയ്തു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ തലേ ദിവസം രാത്രി പിന്നെ ഏട്ടൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തിയത് കേട്ടോ. ഞാനും അമ്മയും നന്ദു കുറച്ച് നേരത്തെ തന്നെ എത്തിയിരുന്നു. അപ്പോൾ ഞങ്ങളിതാ താഴത്തിരുന്ന് കഴിക്കാം കേട്ടോ. പിന്നെ ഇത് രാവിലത്തെ കാര്യങ്ങളാണ്. രാവിലെ അപ്പോൾ ഇതാ നന്ദുക്കെ കുളി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരുന്നതാണ്. ചൂടാക്കിയ പൊറോട്ടയൊക്കെ പുട്ടും കുറച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ചിക്കൻ കറിയും എല്ലാം തലേ ദിവസത്തെ ഉണ്ടായിരുന്നു. പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളിങ്ങനെ റെഡിയായി എല്ലാവരും. ഞാനും ഇത് പൊന്നൂസ് ചെക്കൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ഞാനന്ന് ധാവണിയാണ് എടുത്തിരുന്നത്. എൻ്റെ കഴിഞ്ഞ പരിപാടിക്ക് ഞാൻ സാരി ആക്കിയിരുന്നു. അത് ഇപ്പോൾ ഞാൻ ധാവണി ആക്കിയതാണ് കേട്ടോ. ബ്ലൗസിന് മാത്രം പുതിയ മെറ്റീരിയൽ വാങ്ങിയിട്ട് അടിച്ചതാണ്. പിന്നെ ഇതാ അപ്പോഴേക്കും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നു. അവർ വന്നപ്പോൾ പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു. ചേച്ചിമാരൊക്കെ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്ത ഭാഗം അവരും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെച്ചതൊന്നും അവർക്ക് നന്നായിട്ട് തോന്നിയിട്ടില്ല. അവർ പിന്നെയും നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് വേറെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളിത് ഓരോരുത്തരായിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ബസ് മെയിൻ റോഡിലാണ്. അപ്പോൾ ഞങ്ങൾ കിച്ചു വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് വീഡിയോയിൽ കാണിക്കുക കേട്ടോ ചേച്ചിമാർ. അപ്പോൾ അവൻ നാട്ടിലില്ല. അവനില്ലാതെയാണ് എൻഗേജ്മെൻറ്റ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അവനെയും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് വീഡിയോയിലൊക്കെ നിന്നു കേട്ടോ. പിന്നെ കുട്ടികളെ ഫോട്ടോ ഒക്കെ എടുത്തു, ഞങ്ങളെയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം മെയിൻ റോഡിലാണ് ബസ്. അവിടേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ്സിലൊക്കെ എല്ലാവരും കയറി. ബസ്സിൽ വിചാരിച്ചത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേര് വരാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് ബസ്സിൽ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഒരു സീറ്റിലിരുന്നു. വെറുതെ ഇരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ബസ്സിൽ ഇരുന്നിട്ടേ ഇല്ല. പിന്നെ ഡാൻസ് കളിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഞാൻ ആദ്യം ഒന്നും എടുക്കാൻ വിചാരിച്ചിട്ട് എല്ലാവരും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്തിട്ട്. ഇത് നമ്മൾ മൂത്ത ഏട്ടനാണ്, കണ്ണൂരുള്ള. അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല ജോളിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. യാത്ര പുറപ്പെട്ടു. കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കിച്ചു ഇല്ലാത്തതിൻ്റെ വിഷമമുണ്ട്. അതേപോലെ തന്നെ ചേച്ചി അശ്വിൻ ചേച്ചിയും ഇല്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറിയ വിഷമമുണ്ട് എല്ലാവർക്കും. എന്നാലും ഞങ്ങൾ നല്ല അടിച്ച് പൊളിച്ചിട്ടാണ് കേട്ടോ പോയത്. ഡാൻസൊക്കെ കളിച്ചിട്ട് ഭയങ്കര രസമായിട്ട് തന്നെയാണ് പോയത് അതിൽ. പിന്നെ ഞങ്ങളവിടെ എത്തി. അപ്പോൾ അവർക്ക് അവിടെ പെൺകുട്ടി ട്വിൻസാണ് കേട്ടോ. 2 കുട്ടികളുണ്ട്. അപ്പോൾ ഒരാളുടെ പേര് അശ്വതി എന്നാണ്. നമ്മളെ കുട്ടിയുടെ പേര് അതുല്യ എന്നാണ്. അപ്പോൾ അവരുടെ അശ്വതിയുടെ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് വൈകി എത്താൻ വേണ്ടിയിട്ട് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഗിഫ്റ്റ് ഓരോരുത്തരായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെരുപ്പാണ് കിട്ടിയത്. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്ന് കയ്യിൽ ആദ്യം തന്നെ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തി. വെള്ളമൊക്കെ കുടിച്ചു. എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെൺകുട്ടികൾ 2 പേരും
വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും വരുന്ന സമയമാണത് കേട്ടോ. പിന്നെ അവർ രണ്ടുപേരെയും സ്റ്റേജിലേക്ക് ഇരുത്തി. ട്വിൻസ് ആയതുകൊണ്ട് രണ്ടുപേരുടെ ചടങ്ങും ഒരു ദിവസമാണ്, കല്യാണം ഒരു ദിവസം തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ആദ്യം വിളക്കും. അവിടെ വേറെ ചടങ്ങുകളൊക്കെയാണ് ഞങ്ങൾ ഈ നാട്ടിലുള്ള പോലെയല്ല തോന്നിയത്. ഓരോ നാട്ടിലും ഓരോ പോലെ അല്ലേ. അപ്പോൾ ഇത് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് കേട്ടോ സ്ഥലം. അപ്പോൾ ശരിക്കും സ്ഥലപ്പേര് എനിക്കറിയില്ല, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പിന്നെ ഡേറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉള്ള സമയമാണ്. അപ്പോൾ 2 പയ്യന്മാർക്കും ഓക്കെ ആവണ ഒരു ഡേറ്റ് കിട്ടണമല്ലോ. അങ്ങനെ നോക്കി 2 വീട്ടുകാർക്കും ഓക്കെ ആയിട്ടൊരു ഡേറ്റ് എന്നല്ല, ഒരു മാസം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷമല്ല, അടുത്ത വർഷം മാർച്ചിലേക്കാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരായിട്ട് ചടങ്ങ് തുടങ്ങി. പൊന്നുസുധ അവളുടെ ഇടത്തിയമ്മയ്ക്ക് വള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പെങ്ങന്മാരാണല്ലോ വളയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അവിടുന്ന് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ചേച്ചിയൊക്കെ നേരത്തെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞുമാവ ഉള്ളതുകൊണ്ട്. അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് പോയിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ ഞങ്ങൾ ഇരുന്നു. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു, അടിപൊളി കോഴിക്കോടൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞങ്ങളിങ്ങനെ തിരിച്ച് വരികയാണ്. ഞാനും അമ്മയും ഏട്ടനും നന്ദും കളർ കോഡായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അങ്ങനെ ഇതാ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോയിരുന്നു. ഇതൊക്കെ രാവിലെ പോകുന്നതിന് മുന്നേ എടുത്ത ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. ഇതിലുള്ള പല ആൾക്കാരും എൻ്റെ പല വീഡിയോയിലായിട്ടും കണ്ട് പരിചയമൊക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.